യൂണിറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ എടുക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലൈഫ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ബോൺസ് ഓഫ് ലൈഫ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ജീവിത ബന്ധങ്ങൾ എന്നാണ് ബോൺസ് ഓഫ് ലൈഫ്. നമുക്ക് ധാരാളം ബന്ധങ്ങളുണ്ട് ജീവിതത്തിൽ. അച്ഛനമ്മയായിട്ട് റിലേഷനുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പാരൻസുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, നമുക്ക് റിലേഷനുണ്ട്, അങ്ങനെ ധാരാളം റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോൺസ് ഓഫ് ലൈഫ് അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. രണ്ടാമത്തത് ദ 7 ഏജസ് ഓഫ് മാൻ. മൂന്നാമത്തത് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ബോൺസ് ഓഫ് ലൈഫ്. അതിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തേന്ന് പറയുന്നത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദ 7 ഏജസ് ഓഫ് മാൻ. ഷേക്സ്പിയറിന് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് ദി 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് സ്റ്റോറിയാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നത്. ഈ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ബോൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. ബോൺസ് ഓഫ് ലൈഫിൽ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു നിർവചനത്തോട് കൂടിയാണ്, ഒരു കൊട്ടേഷനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ ഇങ്ങനെയാണ്: ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീങ് ഹ്യൂമാനിറ്റി. ഇതാണ് കോട്ടെന്ന് പറയുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി, ഈ മനുഷ്യരാശിയിൽ മനുഷ്യനായിരിക്കുക എന്നതിലുപരി എന്താണ്, ഈ മനുഷ്യത്വമുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യനായിരുന്നിട്ട് കാര്യമില്ല, മനുഷ്യത്വം കൂടി നമുക്കുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് എന്തുണ്ടാവും, ജീവിതത്തിലായാലും നമുക്ക് വിജയം ഉണ്ടാവും, നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും, നമ്മളെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിലൊക്കെ മനുഷ്യത്വം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീങ് ഹ്യൂമാനിറ്റി ബൈ മഹാത്മാ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലേക്ക് റസ്കിൻ ബോണ്ട് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്നും ആരെല്ലാമാണ് ഈ ചാപ്റ്ററിലെ കഥാപാത്രങ്ങളെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ നമുക്കതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.